ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Once again, I thank each and every one of you who come to the Lord's presence. ഈ പുതുവർഷത്തിന്റെ ആദ്യത്തെ സൺഡേയിൽ ഇപ്രകാരം കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം പിന്നെയും നമുക്ക് ജീവനും ശക്തിയും തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let's thank the Lord Almighty for giving us the lifespan to be in His presence this morning in this new year. ആത്മീക ജീവിതം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. A spiritual life is personal. ആത്മീക ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഒത്തിരിയുണ്ട്. We have a lot of responsibility connected to our spiritual life. അറിഞ്ഞില്ലെന്നും കേട്ടില്ലെന്നും പറഞ്ഞ് നാം നടന്നാൽ എങ്ങും നാം എത്തത്തില്ല. We have no way to reach any point if we say that we have not heard or we have not known about it. ആത്മീക മണ്ഡലത്തിൽ നമുക്ക് അറിയാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. There are a lot of things in the spiritual world that we do not know. ഒരു സമുദ്രത്തിന്റെ കരയിൽ ചെന്നിട്ട് If you go near to the shore of the sea, 10 കുടം അല്ലെങ്കിൽ 10 ബക്കറ്റ് വെള്ളം നമ്മൾ കോരിയതിനു ശേഷം after taking 10 pots of water or 10 buckets of water, ഞാൻ 10 ബക്കറ്റ് വെള്ളം കോരി സമുദ്രം പറ്റിച്ചു എന്ന് പറഞ്ഞാൽ, if we say that we have taken 10 buckets of water and we have drained the sea, അത് ഒരിക്കലും പറ്റിപ്പോകുന്നില്ല. it will never drain at all. പിന്നെ But അത് പിന്നെയും കലവറ കൂടാതെ അതിനുള്ളിൽ വെള്ളം കിടക്കുകയാണ്. again you see that excess of water in the sea. ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിന്റെ അനുഭവം. This is a similar way in the spiritual life. ഒരു കാലത്ത് പൂർവ്വപിതാക്കന്മാർക്ക് പല കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. In our forefathers, the Lord has revealed a lot of things. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, In the book of Hebrews it says ദൈവം this, പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. through the prophets God has spoken to our forefathers each part. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി In ചെയ്തിരിക്കുന്നു. the new nation God has spoken to us through His Son. അപ്പോൾ ദൈവം അരുളി ചെയ്തിരിക്കുന്ന ചില ഭാഗങ്ങൾ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് തിരിയപ്പെട്ടിട്ടുള്ളൂ. Only part of it is been said to us or revealed to us. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, What I'm trying to tell you is, ആത്മീക ജീവിതം വ്യക്തിപരമാണ്. a spiritual life is personal. ആത്മീക ജീവിതം അത് നമ്മൾ തെളിയിക്കാനുള്ളതാണ്. A spiritual life is for us to prove it. ആത്മീക ജീവിതം നമ്മൾ ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണ്. The spiritual life is our spiritual responsibility to fulfill. ഒരു വലിയ ആരാധനയിൽ നമ്മൾ പോയിരിക്കുന്നു. If you go to a big service and we worship and stay there, അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. imagine there's thousands of people there. അവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു. They all are worshiping the Lord. നമ്മൾ അവിടെ പോയി കണ്ടോണ്ടിരുന്നാൽ If we sit there and just watch, നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രമേ ആവത്തുള്ളൂ. then we will be only watchers. അവിടുത്തെ ആരാധനയുടെ ഒരു ഗുണവും നമുക്ക് ലഭിക്കത്തില്ല. We will not receive any benefit of that worship. മറിച്ച് In the other side, ആരും ആരാധിച്ചില്ലെങ്കിലും even if nobody worship, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ if you worship, അവർക്ക് ആർക്കും ഒരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും even they don't receive the blessings, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടിയിരിക്കും. you will surely receive the blessing. അപ്പോൾ അതാണ് ആരാധനയുടെ വ്യക്തിപരമായ ഗുണങ്ങൾ. That is the benefit of spiritual life of each individual. ആരാധിക്കുന്ന ദൈവപൈതലിന് സമാധാനം ലഭിക്കും. When a person who's worshiping the Lord, he receives the peace. ആരാധിക്കുന്ന ദൈവപൈതലിനോട് ദൈവം സംസാരിക്കും. A child of God who worship God speaks to them. ദൈവിക ശക്തി പ്രാപിപ്പാൻ കഴിയും. They will be able to receive the spiritual strength. വിടുതലുകൾ ഏറ്റെടുക്കുവാൻ കഴിയും. They are able to receive the healing. രോഗസൗഖ്യമോ ദൈവിക മർമ്മങ്ങളോ നമുക്ക് ഗ്രഹിക്കാൻ We കഴിയും. are able to receive the deliverance of sickness and the depth of the meaning of the word of God. നമ്മളുടെ ഡിസോർഡറായി കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ ദൈവത്തിന് പണിതെടുക്കാൻ കഴിയും. Our life which is in a disorder format, God can build it. അപ്പോൾ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ, When we have come to the Lord's presence, അല്ല ഈ പുതുവർഷം നമുക്ക് ദൈവം തന്നിരിക്കുമ്പോൾ, when God has given us this new year, ദൈവം സഹായിച്ചാൽ ഇനി ഇന്നത്തെ കൂടെ ചേർത്ത് 52 ആഴ്ചകൾ ഈ വർഷത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാനുണ്ട്. so if God helps, then they have 52 weeks for us to worship the Lord. എപ്പോൾ ആരാധനയ്ക്ക് വന്നാലും Whenever we come to the Lord's presence, ദൈവത്തെ ആരാധിക്കാൻ മടിയില്ലാതെ വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. whenever we come to worship the Lord, we should not feel any laziness, rather we open our mouth and worship the Lord. അല്ലാതെ ചുമ്മാതെ നമ്മൾ വന്നിരുന്നാൽ If we simply come and sit and go, വരുന്നതും വരാതിരിക്കുന്നതും ഒരേ ഗുണമേ ഉള്ളൂ. so the equality will be that even if you come or don't come,
the value of it will be the same. എന്നാൽ ഉള്ളു തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, But if you prepare yourself and from your heart you start singing and worshiping God, ഞാനൊരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ, I'd like to say like this to you: ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. no evil can make you have a failure. പ്രശ്നം വരത്തില്ലെന്നല്ല, I'm not saying you won't have problems. കഷ്ടം വരത്തില്ലെന്നല്ല, I'm not saying you don't have difficulties. ഇതെല്ലാം വരും. Everything will come. എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കാൻ This is ആഗ്രഹിക്കുന്നത്. what I would like to say through the word of God. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 16 വേർഡ്സ് 18 and 19. 16-ാം അധ്യായം 18ഉം 19ഉം വാക്യങ്ങൾ. Matthew chapter 16, 18, 19. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. The heads will not be able to capture it. ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. I would like to say like this. ദൈവം നമ്മളിൽ ചില അധികാരങ്ങളും ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. God has given some authorities, some responsibilities, some duties to us. നീ ഒരു ദൈവപൈതലാണെങ്കിൽ If you are a child of God, ശത്രുവിന് നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. then the evil one cannot destroy you or take over victory over you. അപ്പൊ നമ്മളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? Why did God give us all this? ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവശക്തി അത് തെളിയിക്കാൻ വേണ്ടിയാണ്. The strength of the anointing that God has given us is to prove it. ഇന്ന് പകലിൽ നാം ചോദിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, The question that we have to ask us, the very important question that we have to ask ourselves, ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, the responsibility that God has bestowed on me, ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന ശക്തി the strength that God has given me, കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തയോടെ എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞോ? was I able to be doing it faithfully? ദൈവരാജ്യം എന്ന് പറയുന്നത് When we say the Lord's kingdom, അത് വളരെ രഹസ്യവും വലിയ മർമ്മം നിറഞ്ഞതുമാകുന്ന ഒരു വ്യവസ്ഥിതിയാണ്. the Lord's kingdom is very secret and has a lot of meaning in it. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. Let us see a verse. 1 കൊരിന്ത്യ ലേഖനം 1 Corinthians 4-ാം അധ്യായം chapter 4 അതിന്റെ 20-ാം വാക്യം. verse 20. ആ ദൈവരാജ്യം ആ വചനത്തിലല്ല, ആ. ശക്തിയിൽ എത്രയാകുന്നു. ആ നിങ്ങൾക്ക് ഏത് വേണം? ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിക്കാമോ? For the kingdom of God is not in word but in power. ദൈവരാജ്യം എന്ന് പറയുന്നത് വാക്കിലല്ല, The kingdom of God is not in words, പിന്നത്തിലാണ്, but where it is. ശക്തിയിലാണ്. It is the power. ശക്തിയാണ്. It is the power. ഇന്ന് പകലിൽ മനസ്സിലാക്കുക, We should understand. വാക്കുകൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ കഴിയും. With words we can do many things. വാക്കുകൊണ്ട് പലതും നമുക്ക് പറയാൻ കഴിയും. With words we can say a lot of things. ഒരു പ്രയോജനവും ഇല്ല. There's no point. പക്ഷേ But നിങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടാൽ when the power goes from you, അത് ദൈവത്തിന്റെ അനുഗ്രഹമായി മാറും. it will become a blessing. ഞാൻ ഒരു കാര്യം പറയാം. I would like to say യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരുന്ന ഒത്തിരി പേർ there were a lot of people who were following Jesus. ഒത്തിരി പ്രകസനം കാണിക്കുന്നവരായിരുന്നു. Many people just pretending to show it. എന്നാൽ But ഒരു സ്ത്രീ one lady, വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടു. by faith, she touched the cloth of Jesus. എന്നാൽ യേശു പറയുകയാണ്, And Jesus says, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. I could feel the power leaving from my എങ്കിൽ body. നിന്ന് ശക്തി പുറപ്പെട്ടു. The power left from my body. കൂടെ നടന്ന എത്രയോ പേർക്ക് ഇതിനേക്കാൾ പല അസുഖങ്ങളും ഉണ്ടായിരിക്കാം. There were people who followed him. They've been having different kind of serious illness. എത്ര പ്രശ്നങ്ങൾ They ഉണ്ടായിരിക്കാം. would have got a lot of problems. എന്നാൽ വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ച ഈ സ്ത്രീ But a woman who went through a lot of tough time because of this, അവളുടെ പ്രശ്നത്തിന്റെ വലിപ്പത്തെ അവൾ നോക്കിയില്ല. she did not see the bigness of the value of her sickness. അവൾ വർഷങ്ങളായി വൈദ്യന്മാരാൽ കഷ്ടം സഹിക്കുന്നു എന്നുള്ള നിരാശ അവളെ അലട്ടിയില്ല. She did not have any botheration. She suffered a lot because of the treatment that she had taken. അവൾക്ക് ഒറ്റ വിശ്വാസമേ ഉള്ളൂ, But she had only one faith. ദൈവത്തിങ്കിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് വേണം. I need a deliverance from God. അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. That was the only desire she had in her എന്നാൽ mind. അതിന്റെ പരിണത ഫലം എന്നാണെന്നറിയാമോ? What was the net result of it? വർഷങ്ങളായി വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചിട്ടും Though she suffered for a long period of time through the doctors, കർത്താവിങ്കിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടപ്പോൾ when the power of God left from her, അവളുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറിപ്പോകാനിടയായി തീർന്നു. and she felt a solution for the problem that she was facing. ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, Those of you who have gathered today, നിങ്ങൾ വലിയ കൂട്ടത്തിന്റെ നടുവിലായിരുന്നാലും whether you are in a big congregation, ചെറിയ കൂട്ടത്തിന്റെ നടുവിലായിരുന്നാലും in a small congregation, വ്യക്തമായി ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ if we are ready to submit ourselves to the Lord's hand, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ
നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. Then you will see the work of God's hand in your life. അതിന് കർത്താവിന് ചെറിയ കൂട്ടമെന്നോ വലിയ കൂട്ടമെന്നോ യാതൊരു വ്യത്യാസവുമില്ല. There is no difference for God for whether you're a big congregation or a small അപ്പോൾ ഞാൻ congregation. പറഞ്ഞു വരുന്നത് What I'm trying to say is, ദൈവരാജ്യം വാക്കിനകത്തുള്ള ഒരു ഒന്നല്ല. the kingdom of God is not in mere words. ദൈവരാജ്യം ശക്തി കൊണ്ട് തെളിയിക്കുന്ന ഒന്നാണ്. The kingdom of God is proved by the power. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ ദൈവാത്മാവിൽ ഒരു സത്യം വിളിച്ചു പറയട്ടെ. I would like to tell a secret of promise of ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയ പ്രശ്നങ്ങളെ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ If the problem that was not able to be solved for you in your life, in the name of the Father, the Son, and the Holy Spirit, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതിനോട് കൽപ്പിച്ചാൽ, if you tell with authority to it, ഞാൻ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയാം, I will clearly tell you, ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. God can do wonders for you. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, That's why the word of God says, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് by believing, കൽപ്പിച്ചാൽ if you say it, ഈ മല പോലും പോയി സമുദ്രത്തിൽ പോയി വീഴത്തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന്. you will see the work of the Lord's hand by faith. If you tell the mountain to go, it will go and fall into the sea. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, I would like to tell every one of you ഈ here, പുതുവർഷത്തിൽ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, in this new year, when God gives us an opportunity, ആയുസ് തരുമ്പോൾ, ആരോഗ്യം തരുമ്പോൾ, God gives us this lifespan and good health. ദൈവനാമത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശക്തിയോടെ ഇന്ന് പകലിൽ നമുക്കത് പറയാൻ തക്കവണ്ണം ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാം. Let us take a decision that with authority that God has given, that with that authority we will speak up. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി വാക്കിലല്ല, That the words and the Lord's kingdom is not through words, പിന്നെയോ ശക്തിയിലാണ്. but it is through the power. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. I would like to say one more thing. മടങ്ങുന്ന മുട്ടും The knee that kneels, കരയുന്ന കണ്ണും the tears that fall from the eyes, ഉണ്ടെങ്കിൽ if it is there, ഒരു ശക്തിക്കും no power നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. cannot put you a failure or destroy you. ഒന്നുകൂടെ ഞാൻ പറയാം, I would like to say this ഇതിന് again. ഒരു ഷോർട്ട് കട്ടും ഇല്ല. There is no shortcuts. ഇതിന് ഒരു ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല. There is no shortcut to receive blessing from God. പിന്നെ എന്തേ ഉള്ളൂ? Then what is there? മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. We have to just kneel and pray to God. കരയാൻ കണ്ണുനീര് തയ്യാറാകുക. We should have been prepared to run out our tears to the Lord's presence. അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുക. We should take time to spend to the Lord's presence. അപ്പൊ ഞാൻ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ പറഞ്ഞേ, In short, I would like to say, കരയുന്ന കണ്ണും an eye that can fill up the tears, മടങ്ങുന്ന മുട്ടും ഉണ്ടെങ്കിൽ a knee that can kneel down, ഒരു ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. no power can destroy you. ഒരു അധികാരത്തിനും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. No power can put you down. എത്ര രേഖകൾ നിനക്ക് വിപരീതമായി എഴുതപ്പെട്ടാലും However, a decree are written against you, ഒരു ശക്തിയും നിന്നെ തോൽപ്പിക്കത്തില്ല. no power can destroy you. ശൂന്യതകളെ തിരിച്ചറിഞ്ഞ് Understand the emptiness. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ കഴിയുമോ? Can we kneel and pray to God? ഇന്ന് കാണുന്ന പ്രശ്നം നാളെ നിന്റെ മുമ്പിൽ നിവർന്ന് നിൽക്കത്തില്ല. So the problem that you're facing today will not and stand in front of you tomorrow. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, I would like to say this in the power of authority. എസ്തേറിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, When we read the history of the life of എസ്തേർ Esther, കൊട്ടാരത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. Esther lived in the palace. എന്നാൽ തനിക്കും തന്റെ ജാതിക്കുമെതിരെ രാജാവ് രേഖകൾ എഴുതിയുണ്ടാക്കി. The king wrote a decree against her people and her nation. അവർക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി There ഉണ്ടായിരുന്നു. was a man named Haman who was against them. തന്നെ സ്നേഹിക്കുന്ന മോർദെഖായി Mordecai who loved എസ്തേറിനോട് പറഞ്ഞു, said to Esther, ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. now you cannot keep quiet. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, I would like to tell every one of you ഈ this. സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. Now you should not keep silence. ഈ സമയത്ത് ഞാൻ മിണ്ടാതിരിക്കരുത്. I should not keep silence. ജാതിക ശക്തികൾ നിനക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. There is a lot of evil power come rising against ലോകത്തിന്റെ you. പ്രശ്നങ്ങൾ നമുക്ക് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. The worldly problems are coming against you. അനേകർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. Many people are going away from the Lord's presence. വിശ്വാസത്യാഗം മനുഷ്യരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. The people are giving their
great sacrificing themselves. ഇത് കണ്ട് നമുക്ക് വഴക്കിട്ട് പോകാനുള്ള സമയമല്ല. This is not the time to fight and depart. ഇത് കണ്ട് നമ്മൾ പൊളിറ്റിക്സ് കളിക്കാനുള്ള സമയമല്ല. This is not the time to do politics by saying all ഇത് this. കണ്ട് നമുക്ക് അധികാരം സ്ഥാപിക്കാനുള്ള സമയമല്ല. This is not the time to gain the position. ചിലത് നേടാനുള്ള It's സമയമാണ്. the time to gain people. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. Don't keep silence. മിണ്ടാതിരുന്നാൽ If you keep silence, ഒരുപക്ഷെ നീയും തകർന്നു പോകും. you also will be destroyed. മറിച്ച് നീ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, But if you kneel down and pray, ദൈവത്തോട് കരഞ്ഞാൽ, if you cry to the ഓ Lord, നിന്റെ സന്തതിയുടെ പ്രശ്നങ്ങൾ മാറും. your problems of your generation will be solved. നിന്നെ വർഷങ്ങളായി അലട്ടുന്ന രോഗങ്ങൾ മാറിപ്പോകും. The sickness that is capturing you for a long time will leave you. കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകും. The family issues will fly away. കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. God will open the ways for the people of your അപ്പോൾ family members. മിണ്ടാതിരുന്ന് നിരാശപ്പെട്ടു പോകാനല്ല. Don't get despaired and then be away and go away from the Lord's presence. പലരോടും ചോദിച്ചാൽ If you ask many people, പലരും പറയും, many will say, പാസ്റ്റർ എന്റെ അവസ്ഥ ഇതൊക്കെയാ, Pastor, these are the situation of my life. ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല. You cannot move it away from my ഒന്നുകൂടെ life. ഞാൻ പറയാം, I would like to say once again, മാറ്റാൻ പറ്റും. you can change it. മടങ്ങുന്ന മുട്ടുണ്ടെങ്കിൽ, If you have a need to kneel down, കരയാൻ കണ്ണുണ്ടെങ്കിൽ, if you have an eye to put out the tears, പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. there's a God who will be working for you. വിശ്വസിക്കുന്നോ? Will you believe ആ it? പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who will work for you. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുകയാണ്. I believe this morning. അപ്പോൾ എസ്തേർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. What did Esther do in the Lord's presence? She prayed. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? What did she do? വിശ്വാസത്തോടെ രാജാവിന്റെ അടുക്കൽ ചെന്നു. By faith she went to the king. രാജാവ് അവൾക്ക് വേണ്ടി ചെങ്കോൽ നീട്ടി. The king stretched out the elder to against her. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Just imagine. രാജാവ് ചെങ്കോൽ പൊൻചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ, If the king wouldn't have stretched out the golden spear, രാജ നിയമം അനുസരിച്ച് according to the rule of the kingdom, എന്താ പരിണിത ഫലം എന്നറിയാമോ? do you know what's the net result of it? അവൾ ഇമ്മീഡിയറ്റ്ലി കൊല്ലപ്പെടും. She would have died immediately. പൊൻചെങ്കോൽ നീട്ടിയാൽ, Though the king had stretched out the golden spear, രാജാവ് പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് because the king is pleased, അവൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. she can ask anything to the king. രണ്ട് ഓപ്ഷൻ. Two options: ഒന്നുകിൽ മരണം, either death, അല്ലെങ്കിൽ എന്തും കിട്ടുന്ന അനുഗ്രഹം. or else she can get anything of kind of blessing that she wants. പ്രാർത്ഥിച്ച എസ്തേർ പകച്ചു നിന്നില്ല. The person Esther who prayed did not shatter. അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. She trusted in the Lord. ഞാൻ ഇങ്ങനെ പറയട്ടെ, I will not say this. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമൈതലേ, A child who believes in God, ഹല്ലേലൂയ, നീ പകച്ചു നിൽക്കേണ്ടി വരത്തില്ല. you will not have to shake yourself. നിന്നെ തോൽവി വരാതെ നിലനിർത്തുന്നത് ദൈവമാണ്. God is the one who will make you stand firm without failure. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാഗ്ദത്തമുണ്ടല്ലോ. This is the promise of the word of God. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. Abraham believed God. ദൈവം അത് നീതിയായി കണക്കിട്ടു. God looked at it as favor. ഇവിടെ ഞാൻ പറയാം, I will not say. എസ്തേർ ദൈവത്തെ വിശ്വസിച്ചു. Esther believed God. ആ രാജാവിന്റെ മുമ്പിൽ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. And the king did the things for her. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, Children of God who come to the Lord's presence, എന്ത് അസാധ്യമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളാണെങ്കിലും, however situations that you are in your life, ഈ പുതുവർഷത്തിൽ this new year, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് if you believe in God, നമ്മുടെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ തയ്യാറായാൽ, if we are ready to submit all our problems to the Lord, എത്ര മനുഷ്യൻ മുഖം തിരിച്ചു പോയാലും, however many people walk away and just put away from you, ആരും കണ്ടില്ലെന്ന് നടിച്ചാലും, when nobody watches you, നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. there is a God who shakes for you. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who works for you. നിനക്ക് വേണ്ടി എഴുതപ്പെട്ട രേഖകളെ മാറ്റി എഴുതുവാൻ സഹായിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. There is a God's power who can take away the decree that's written against you. ഇന്ന് പകലിൽ എന്തെങ്കിലും നിരാശകളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, If you have come to the Lord's presence with kind of ഈ സത്യവേദ പുസ്തകത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് keeping this as the foundation of the word of God, ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറയട്ടെ, I would like to say to you, ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, a God who works for our forefathers, ആ ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. that God's hand is not short. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ഇവിടെ I would അവസാനിപ്പിക്കാം. like to say one more thing and wind up my words. ജോസഫിന് രാജാവിന്റെ കൊട്ടാരത്തിൽ ദൈവത്താൽ ഒരു അധികാരം കിട്ടി. Through God's authority,
Joseph got an authority to work in the king's kingdom. എന്താണ് അധികാരം കിട്ടിയത്? What kind of authority was given to him? 7 വർഷം സമൃദ്ധിയുടെ വർഷം. 7 years of prosperity. അത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം പട്ടിണിയുടെ വർഷം. 7 years of hunger. അപ്പൊ കിട്ടിയ അധികാരം എന്താണ്? What was the authority given to him? ഒറ്റ വാചകത്തിൽ പറഞ്ഞ In one word, ഇന്നത്തെ നമ്മുടെ രാജ്യത്തുള്ള ഫുഡ് മിനിസ്റ്ററുടെ റോളാ കിട്ടിയിരിക്കുന്നത്. he had the authority as a food minister according to today's time. എന്ത് ചെയ്തു ജോസഫ്? What did Joseph do? ജോസഫ് അത് മുഴുവൻ ശേഖരിച്ചു. All that he did was he stored it. വലിയ വലിയ ഗോഡൗണുകൾ ഉണ്ടാക്കി വലിയ ശേഖരണം നടത്തി. He made big barrels and he had kept all that is needed there. എന്താണ് ജോസഫിന് ദൈവം കൊടുത്ത അധികാരം? What was the authority God gave to ഒരു Joseph? കഷ്ടത വരുമ്പോൾ ജനത്തിന് ആഹാരം കൊടുക്കുവാൻ ദൈവം തന്നെ അങ്ങ് അഭിഷേകം ചെയ്തു. God anointed him when there's a time of hunger that he will be able to provide the food for his people. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, Children of God who gathered this morning, the Lord's നമ്മളുടെ presence. ചുറ്റുപാടുകളിൽ അരിഷ്ടതകൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, When a lot of problems are happening around us, പിന്മാറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ, when the number of people who are backsliding increases, ഓ ഹല്ലേലൂയ, ഇത് കണ്ട് പകച്ചു നിൽക്കുവാനല്ല, ദൈവത്താൽ കിട്ടിയിരിക്കുന്ന അധികാരം ഉപയോഗിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called you and me not to get shattered and run away, but rather to stand firm and use the authority He has given us. ഞാനൊരു സത്യം ഇങ്ങനെ മനസ്സിലാക്കുന്നു. I believe this statement. ആത്മീകരെന്ന് കരുതുന്ന ഒത്തിരി പേര് ആത്മീകരല്ല കേട്ടോ. Many people whom we believe that they are believers or they are not believers. വിശ്വസ്തരെന്ന് കരുതുന്ന അനേകർ വിശ്വസ്തരല്ല കേട്ടോ. Whomever we think they're faithful, they are not faithful. ദൈവവചനം അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒത്തിരി ദൈവദാസന്മാർ ശരിയായ ദൈവദാസന്മാരല്ല. Many servants of God who say they are the servant of God, they are not truly a servant of God. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ പിന്തുടരുന്നവരാണ് അനേകർ. Many people are just for their benefit they follow Christ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. I would like to say this statement to you. നശിക്കുന്നവരുടെ ഇടയിലും In the midst of the people who are ജീവിക്കുന്നവരുടെ ഇടയിലും in the midst of people who are leaving, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി വിളങ്ങാനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. God has chosen you and me to become the fragrance to these people. ഇന്ന സഭയിലും ഇന്ന സമൂഹത്തിലും പ്രശ്നമുണ്ടെന്ന് കണ്ടിട്ട് അവരെ നോക്കി ചിരിക്കുവാനല്ല. It is not that God kept you that you laugh at the people who are going through the struggle in different churches. ഇന്ന വീട്ടിലും പ്രശ്നമുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ ഓടിപ്പോകാനല്ല. It's not that you run away when you see some families having problems. ഇന്ന കുടുംബത്തിൽ ഡിവോഴ്സ് നടക്കുന്നത് കൊണ്ട് ഞാൻ ഇനി അതിനുവേണ്ടി പോകത്തില്ലെന്ന് പറയാനല്ല. No, it's not that when some families are having divorce that you also will not get married. എല്ലാത്തിന്റെയും നടുവിൽ In the midst of everything, നിനക്കൊരു ദൗത്യമുണ്ട്. there is a responsibility for ഞാൻ you. ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. I say this. ഓരോരുത്തരെ കുറിച്ചും ദൈവം കണ്ടിരിക്കുന്ന പ്ലാൻ വ്യത്യാസമാണ്. The plan that God has for each one of us is different. എന്നെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തത് മാത്രമേ നടക്കത്തുള്ളൂ. Whatever God has planned about me, only that will happen. നിങ്ങളെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തത് മാത്രമേ നടക്കത്തുള്ളൂ. Whatever God has planned about you, only that will happen. ഞാനോ നിങ്ങളോ വിചാരപ്പെട്ടാൽ ഒന്നും കൂട്ടാനും കുറയ്ക്കാനും കഴിയത്തില്ല. You and me worry about it, doesn't happen anything if you increase or decrease. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. I like to say this. നമ്മളിങ്ങനെ എന്തെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തിനല്ലാതെ നമ്മൾ തീരുമാനിച്ച് മുമ്പോട്ട് പോയാ, If we go against the will of God and do something, കുറെ ആവശ്യമില്ലാത്ത ടെൻഷൻ പിന്നെയും നമ്മുടെ തലയിലേക്ക് വലിച്ചു കയറ്റാവുന്നതേ ഉള്ളൂ. the only thing that we can do is unnecessary taking more of stress and pain. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? What can we do? ദൈവഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു We കൊടുക്കും. can just submit to the Lord. ദൈവാലോചനയ്ക്ക് നമ്മളെ സമർപ്പിക്കണം. Let us submit ourselves to the ഞാൻ Lord's ഇങ്ങനെ plan. കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Why are my words like this? മുട്ടുമടക്കി പ്രാർത്ഥിക്കാനുള്ള ഹൃദയം നിനക്കുണ്ടോ? Do you have a heart to kneel before God and pray? കരയാൻ നിനക്ക് കണ്ണുണ്ടോ? Do you have eyes to put out tears? ഹല്ലേലൂയ. നിന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തു നിന്ന് ദൈവം ഇരട്ടി പങ്കായി ദൈവം നിനക്ക് മടക്കി തരും. The prosperity that you had to receive or the blessing that you had to receive when you kneel and pray to God, God is going to give you in double fold. യാക്കോബിന്റെ ചരിത്രത്തിൽ എത്ര വർഷം വേസ്റ്റ് ആയിട്ട് പോയി? You know how much time was wasted in the life of Jacob? എത്ര വർഷം പോയി? How many years was ഒത്തിരി wasted? വർഷങ്ങൾ പോയി. Many years was wasted. പക്ഷേ But ദൈവം കൊടുത്തപ്പം എല്ലാം കൂടെ ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു. when God returned him with the blessing, it was double fold of blessing. ഇനി ഇയ്യോബിന്റെ ചരിത്രത്തിൽ എത്ര നഷ്ടം സംഭവിച്ചു? How much losses were there in the life of Job? മക്കള് പോയി, Children died, മൃഗങ്ങൾ പോയി, cattle died, എല്ലാം നഷ്ടപ്പെട്ടു. everything was a loss. സ്വത്തുവകകൾ മുഴുവൻ തകർന്നു. All his property was lost. പക്ഷേ But
ദൈവം മടക്കി കൊടുത്തപ്പം സകലതും മടക്കി കൊടുത്തു. When God gave him again, it was in double fold. ഞാൻ ആ പറഞ്ഞ വാചകം കുറഞ്ഞു പോയി. What I said was less. സകലതും ഇരട്ടിയായി മടക്കി കൊടുത്തു. God gave him double fold. അപ്പൊ ദൈവം മടക്കി തന്നാൽ If God returns, ഇരട്ടിയായി തരും. he gives you double fold. പിന്നെ അതിന് നമുക്ക് എന്ത് വേണം? So what should you have? നമുക്ക് ദൈവസന്നിധിയിൽ ദൈവഹിതത്തിനായി നിൽക്കാനുള്ള താല്പര്യം വേണം. We should have a desire to stand along with God for according to his ഞാൻ plan. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവദാസൻ എന്ന നിലയിൽ ഒരു അഡ്വൈസ് ആയിട്ട് പറയട്ടെ. I would like to give to every one of you are here as an advice as a servant of God. ഈ വർഷം This year, കഴിയുമെങ്കിൽ if you can, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ, kneel before the Lord, പ്രാർത്ഥിക്കാൻ, to pray, ദൈവസന്നിധിയിൽ ആശ്രയിക്കാൻ, to look upon the Lord, ദൈവമുഖം അന്വേഷിക്കാൻ, to look to the face of the Lord, ദൈവകൃപ ആചരിക്കാൻ, to receive the blessing of God, ആ ദൈവത്തിന്റെ പ്രവർത്തിക്കായി കാത്തിരിക്കാൻ, wait upon the works of the hand of God, സമയവും അവസരവും ജീവിത സാഹചര്യവും ചെലവിടുവാൻ and to give our time, our moments for God. നമ്മൾ തയ്യാറായാൽ, If we are ready for it. ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്റെ വാക്കോടെ നിർത്താം. By saying this, I wind up my word. ഒരു ശത്രുവിനും No enemy നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. cannot take victory over കാരണം you. നീ ഒരു ദൈവപൈതലാണ്. Because you are a child of നീ God. ഒരു ദൈവമകനാണ്. You are a son of God. നീ ഒരു ദൈവമകളാണ്. You are a daughter of നിന്നെ God. തോൽപ്പിക്കാൻ കഴിയത്തില്ല. No powers can stop. അതുകൊണ്ട് മുട്ടുമടക്കാം, So let us kneel before God. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, Let us pray. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാം. Let us give our petition to God with thanksgiving. ദൈവം തന്റെ ഭണ്ഡാരം തുറന്ന് നമ്മെ അനുഗ്രഹിക്കും. God will open the stores of heaven and treasures of heaven and bless us. എങ്ങനെ അനുഗ്രഹിക്കും? How will He bless us? സ്ഥലം പോരാതെ വരുവോളം ദൈവം നിന്നെ He അനുഗ്രഹിക്കും. will bless you with a place is not sufficient for you to keep the blessing. അതിനായി നമുക്ക് വില കൊടുത്ത് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ So അനുഗ്രഹിക്കും. let us give a price for it and surrender ourselves to God, and through His word let Him bless us. ആമേൻ. Amen.